പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ സെലക്ഷനുമായി ബന്ധപ്പെട്ട് ഓൾറെഡി നമ്മൾ 2 വീഡിയോ ചെയ്തു. ഒന്ന് നമ്മൾ സ്കൗട്ട് ആൻഡ് ഗൈഡുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു വീഡിയോ ആണ്. 2 ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട അതിന് വേണ്ട ടിപ്സ് അടങ്ങിയ വീഡിയോ ആണ്. ഈ 2 വീഡിയോയുടെ താഴെ എല്ലാ കുട്ടികളും ഒന്ന് ചോദിച്ച കാര്യമാണ് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ റിട്ടൺ ടെസ്റ്റിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ സാധ്യതയുള്ള ഫാക്ട്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വേണമെന്നുള്ളത്. സോ അത്തരത്തിലൊരു വീഡിയോ ആണ് ഇന്നത്തേത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുപോലുള്ള കൂടുതൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകൾക്കും അറിവുകൾക്കും ഇതുപോലുള്ള കൂടുതൽ നോളജിനും വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ സെലക്ഷന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. ഈ ചോദ്യങ്ങൾ തന്നെ ഇൻ്റർവ്യൂവിനും നിങ്ങളോട് ഫാക്ട്സ് മോഡലിൽ ചോദിച്ചേക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ സ്ഥാപകനും ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, എല്ലാ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഇൻ്റർവ്യൂവിനും റിട്ടൺ ടെസ്റ്റിനും ചോദിക്കാറുണ്ട്. സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം വരുന്നത് ലോർഡ് റോബർട്ട് സ്റ്റീഫൻസൺ സ്മിത്ത് ബാഡൻ പവൽ. കുറച്ച് നീളമുള്ള പേരായിരിക്കും. നിങ്ങൾ സിമ്പിളായിട്ട് BP എന്ന് പഠിച്ചു വെച്ചാൽ മതി. അദ്ദേഹം അറിയപ്പെടുന്നത് BP എന്നാണ്, അല്ലെങ്കിൽ ബാഡൻ പവൽ എന്ന് പഠിച്ചു വെച്ചാലും മതി. സോ സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായിരുന്നു ചോദിച്ചാൽ ഒന്നെങ്കിൽ ബാഡൻ പവൽ എന്ന് എഴുതുക, അല്ലെങ്കിൽ BP എന്ന് എഴുതുക. രണ്ടും ശരിയായിട്ടുള്ള ഉത്തരവാണ്. ഫുൾ നെയിം ചോദിച്ചാൽ അത് ഇത്രയും വലിയ പേര് എഴുതി വയ്ക്കുക, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, വൻ പഠിപ്പിയാവണമെന്നൊക്കെ കാണിക്കണം എന്നുള്ളവർ അതൊക്കെ പഠിച്ചു വെച്ചോ. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. ഓക്കെ, ഇനി കൂടുതൽ വിവരമായിട്ട് ഇദ്ദേഹത്തെ ലോക സ്കൗട്ട് തലവൻ എന്നാണ് അറിയപ്പെടുന്നത്. സോ ഇങ്ങനെ ചോദിച്ചേക്കാം ചിലപ്പോൾ, ലോക സ്കൗട്ട് തലവൻ എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാലും ബാഡൻ പവലാണ്, അല്ലെങ്കിൽ BP ആണ്. സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാരെന്ന് ചോദിച്ചാലും ബാഡൻ പവൽ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്, ബാഡൻ പവൽ ജനിച്ച തീയതി ഏത്? ഓക്കെ, ബാഡൻ പവൽ ജനിച്ച തീയതി ഏത്? ഉത്തരം 1857 ഫെബ്രുവരി 22 അദ്ദേഹം ജനിച്ച തീയതി. ഈ ഡേറ്റിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതാണ് അന്താരാഷ്ട്ര ചിന്താ ദിനം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര ചിന്താ ദിനമായിട്ട് ആചരിക്കുന്നത് ബാഡൻ പവലിൻ്റെ ജന്മദിനമായിട്ടുള്ള ഫെബ്രുവരി 22 ഇങ്ങനൊരു ചോദ്യം വരാം. ചിലപ്പോൾ അന്താരാഷ്ട്ര ചിന്താ ദിനം എന്നൊന്നും ചോദിച്ചേക്കാം, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ചിന്താ ദിനമായിട്ട് ഫെബ്രുവരി 22 ആചരിക്കുന്നത് ആരുടെ ഓർമ്മയ്ക്കായി ആണ് എന്നും ചോദിച്ചേക്കാം. ഇതിനെല്ലാത്തിനുള്ള ഉത്തരം ഈ ഒരൊറ്റ പേജിലുണ്ട്, പഠിച്ചു വെച്ചോ. ഇതിന്നൊരു ചോദ്യം എന്തായിരുന്നാലും ഒന്നെങ്കിൽ ഇൻ്റർവ്യൂവിന് ചോദിക്കും, അല്ലെങ്കിൽ റിട്ടൺ ടെസ്റ്റിന് ചോദിക്കും. ദെൻ ബാഡൻ പവലിൻ്റെ പത്നി ആര്? അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിരുന്നുള്ള ചോദ്യം വന്നേക്കാം. ലേഡി ഒലൈവ് ബാഡൻ പവൽ ആണ് അദ്ദേഹത്തിൻ്റെ പത്നി. ഇവർക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, സ്കൗട്ട് എന്നത് ആൺകുട്ടികൾക്കുള്ളതാണെങ്കിൽ പെൺകുട്ടികൾക്കുള്ളതാണ് ഗൈഡ്. സോ സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ബാഡൻ പവൽ ആണെങ്കിൽ ഗൈഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ലേഡി ഒലൈവ് ബാഡൻ പവലാണ് ഗൈഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ആദ്യ ക്യാമ്പ്. സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിലെ, അല്ലെങ്കിൽ സ്കൗട്ടിൻ്റെ ആദ്യത്തെ ക്യാമ്പ് 1907 ഇംഗ്ലണ്ടിലെ ബ്രൗൺസി ഐലൻഡ്സ് എന്ന സ്ഥലത്ത് 20 കുട്ടികളുമായിട്ടാണ് ആദ്യ ക്യാമ്പ് നടന്നത്. ചിലപ്പോൾ ഇങ്ങനൊരു ചോദ്യം വരാം, സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ആദ്യത്തെ ക്യാമ്പ് നടന്നത് എവിടെ? അങ്ങനെ ചോദിച്ചാൽ ഇംഗ്ലണ്ടിലെ ബ്രൗൺസി ഐലൻഡ് എന്നാണ് ഉത്തരം വരേണ്ടത്. സോ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം, മിക്ക എല്ലാ റിട്ടൺ ടെസ്റ്റിനും ചോദിക്കും. കാരണം സ്കൗട്ട് ആൻഡ് ഗൈഡ് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് ചെന്നിരിക്കുമ്പോൾ ചോദിക്കും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ വൻ വില കിട്ടും, സെലക്ഷൻ കിട്ടും. ഓക്കെ, ഇനി സ്കൗട്ട് ആൻഡ് ഗൈഡുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ പുസ്തകം BP തന്നെ രചിച്ച, BP എന്ന് പറഞ്ഞാൽ ബാഡൻ പവൽ തന്നെ രചിച്ച സ്കൗട്ടിംഗ് ഫോർ ബോയ്സ് എന്നതാണ് സ്കൗട്ട് ആൻഡ് ഗൈഡുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ പുസ്തകം. ഇത് പ്രസിദ്ധീകരിച്ചത് 1908 സോ 1908 പ്രസിദ്ധീകരിച്ച സ്കൗട്ടിംഗ് ഫോർ ബോയ്സ് BP എഴുതിയ ഈ പുസ്തകമാണ് സ്കൗട്ട് ആൻഡ് ഗൈഡുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പുസ്തകം. ഇന്ത്യയിലെ സ്കൗട്ടിംഗ് ആരംഭിച്ചത് 1909 ബംഗളൂരുവിലാണ്. സോ ഇന്ത്യയിൽ സ്കൗട്ടിംഗ് ആരംഭിച്ചത് എന്നൊന്ന് ചോദിച്ചാൽ 1909 ഇത് എവിടെയെന്ന് ചോദിച്ചാൽ ബംഗളൂരുവിലുമാണ്. കൃത്യമായി പഠിച്ചു വെച്ചേക്കുക. ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കും. കാരണം നിങ്ങളുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ് റിട്ടൺ ടെസ്റ്റിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ മെജോറിറ്റിയും സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആണ്. ഇനി കേരളത്തിൽ സ്കൗട്ട് ആൻഡ് ഗൈഡിന് തുടക്കം കുറിച്ചത് 1913 കോട്ടയം CMS ഹൈസ്കൂളിൽ വെച്ചാണ്. CMS കോളേജ് ഹൈസ്കൂളിൽ നിന്നാണ് കേരളത്തിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് ആരംഭിച്ചത്. സോ ഇക്കാര്യം കൂടി നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. ദെൻ ഇനി ഈ 3 കാര്യങ്ങൾ നോക്കുക. സ്കൗട്ട് ആൻഡ് ഗൈഡുമായി ബന്ധപ്പെട്ട ഗാനങ്ങളാണ്. ഒന്ന്, സ്കൗട്ട് ആൻഡ് ഗൈഡിലെ
ഫ്ലാഗ് സോങ് രചിച്ചത് ആര് എന്നൊരു ചോദ്യം വന്നേക്കാം. ഉത്തരം ദയാശങ്കർ ഭട്ടാണ്. ഇത് പതാക ഉയർത്തുമ്പോൾ ആലപിക്കുന്ന ഗാനമാണ്. സ്കൗട്ട് ആൻഡ് ഗൈഡ് പതാക ഉയർത്തുമ്പോൾ ആലപിക്കുന്ന ഫ്ലാഗ് സോങ് രചിച്ചത് ദയാശങ്കർ ഭട്ടാണ്. ഈ ഫ്ലാഗ് സോങ്ങിൻ്റെ ദൈർഘ്യം എന്നത് 45 സെക്കൻഡാണ്. സോ 3 പോയിന്റ് കിട്ടിയില്ലേ? ദൈർഘ്യം 45 സെക്കൻഡ്, രചന ദയാശങ്കർ ഭട്ട്. ദെൻ ഈ ഗാനം ആലപിക്കുന്നത് ഫ്ലാഗ് ഉയർത്തുമ്പോഴാണ്, ഫ്ലാഗ് ഹോസ്റ്റിംഗ് ചെയ്യുമ്പോഴാണ്. പേര് തന്നെ ഉണ്ട് ഫ്ലാഗ് സോങ്. ഓക്കെ, ദെൻ മറ്റൊരു ഗാനമാണ് പ്രാർത്ഥനാ ഗീതം. സ്കൗട്ട് ആൻഡ് ഗൈഡിന് ഒരു പ്രാർത്ഥനാ ഗീതം കൂടിയുണ്ട്. ഇതിൻ്റെ ദൈർഘ്യം 90 സെക്കൻഡാണ്. ഇത് രചിച്ചത് വീർ ദേവ് വീറാണ്. എളുപ്പമല്ലേ പേര്? പ്രാസം. വീർ ദേവ് വീർ രചിച്ചതാണ് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ പ്രാർത്ഥനാ ഗാനം. ദെൻ സ്കൗട്ട് ആൻഡ് ഗൈഡുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഗാനമാണ് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ദേശീയ ഗാനം. 52 സെക്കൻഡാണ്. സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ദേശീയ ഗാനമല്ല, നമ്മുടെ ദേശീയ ഗാനമാണ്. രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ദേശീയ ഗാനവും സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ എല്ലാ പരിപാടികളുടെയും അവസാനം ആലപിക്കാറുണ്ട്, ഏതൊരു പ്രോഗ്രാമും എന്ന പോലെ. ഇനി സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ നിയമങ്ങൾ ഉണ്ട്. സ്കൗട്ട് ആൻഡ് ഗൈഡ് ഭരണഘടന എന്നൊരു ഭരണഘടന തന്നെയുണ്ട് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട്. ഇതിൽ പ്രധാനമായിട്ട് 9 പോയിന്റുകളാണുള്ളത്. വിശ്വസ്തത, സത്യസന്ധത, മിതവും സൗഹാർദ്ദവും എന്ന് പറഞ്ഞിട്ട് കുറേ പോയിന്റ്സ് ഉണ്ട്. ഇത് എക്സാമിന് പൊതുവെ ചോദിക്കില്ല, പിന്നെ ഒരു സ്ലൈഡായിട്ട് കൊടുത്തതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ വായിച്ച് നോക്കുക, പഠിച്ചു വെച്ചേക്കാം. ദെൻ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ വിഭാഗങ്ങളും പ്രായപരിധിയും എന്നൊരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. പ്രാഥമിക വിഭാഗമായിട്ട് വരുന്നതിൽ ആൺകുട്ടി വരുമ്പോൾ 5 മുതൽ 10 വയസ്സ് വരെയുള്ളവരെയാണ് പ്രാഥമിക വിഭാഗത്തിൽ എടുക്കുന്നത്. ദെൻ ഇതിനകത്ത് ആൺകുട്ടികളെ പറയുന്ന പേര് കബ്സ് എന്നും പെൺകുട്ടികളെ പറയുന്ന പേര് ബുൾബുള്ളു എന്നുമാണ്. ഓക്കെ, ഇനി പ്രധാന വിഭാഗത്തിലാണ് നമ്മൾ സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്ന് പറയുന്നത്. ഇത് 10 മുതൽ 17 വയസ്സുള്ള കുട്ടികളാണ് എടുക്കുന്നത്. ഇതിൽ ആൺകുട്ടികളെ സ്കൗട്ട് എന്നും പെൺകുട്ടികളെ ഗൈഡ് എന്നും പറയും. ഇനി മുതിർന്ന വിഭാഗത്തിൽ നമ്മൾ വരുമ്പോൾ അത് 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്കാണ്. ഇതിൽ ആൺകുട്ടികളെ റോവേഴ്സ് എന്നും പെൺകുട്ടികളെ റേഞ്ചേഴ്സ് എന്നും പറയുന്നു. സോ ഈ 3 കാര്യം, പ്രായം, പേരുകൾ ഒക്കെ പഠിച്ചു വെച്ചേക്കാം, ചോദിച്ചേക്കാം. ഓക്കെ, ഇനി സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ പതാകയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു ഓപ്പൺ പതാക ഉണ്ടാവും. ഇതിന് 180 × 120 സെൻറ്റിമീറ്ററാണ് ഓപ്പൺ പതാകയുടെ അളവ്. ഓക്കെ, ദെൻ ഗ്രൂപ്പ് പതാക ഉണ്ടാവും. ഇത് 120 × 80 സെൻറ്റിമീറ്ററാണ്. ദേശീയ ചിഹ്നത്തിൻ്റെ അളവ് 45 × 30 സെൻറ്റിമീറ്ററാണ്. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുന്നത് ഓപ്പൺ പതാകയുടെ അളവ് എത്ര എന്നുള്ളതാണ്, മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. ദെൻ ഈ കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്, 3:2 ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇൻ്റർവ്യൂവിന് എടുത്തടിച്ച കണക്ക് ചോദിക്കും. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഫ്ലാഗ് കണ്ടിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ ഉടനെ ചാടി കയറി കണ്ടിട്ടില്ലെങ്കിലും ഉണ്ട്. ഇതിൻ്റെ അളവ് എത്ര? അങ്ങനെ ഇരിക്കരുത്. 3.2 ആണ് ഇതിൻ്റെ അളവ്. സോ അത് കൃത്യമായിട്ട് കാണാതെ പഠിച്ച് വെച്ചേക്കുക. ഇത് ഇത്തിരി കുഴപ്പം, എൻ്റെ ഇതിനെന്തോ പറ്റി. ചിഹ്ന വസ്തുതാനോ, ഇത് ഇമ്പോർട്ടൻ്റ്. ചിഹ്ന വസ്തുതാനോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. വാഗ്ദാനത്തിലെ 3 ഭാഗങ്ങൾ ദൈവത്തോടും രാജ്യത്തോടും ഉള്ള കടമ, മറ്റുള്ളവരെ സഹായിക്കൽ, നിയമം അനുസരിക്കൽ എന്നിവ സൂചിപ്പിക്കുന്നു. ദെൻ ഇടത് കൈ കൊണ്ടുള്ള ഹസ്തദാനം സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. സ്കൗട്ട് ആൻഡ് ഗൈഡിൽ ഹസ്തദാനം കൊടുക്കുന്നത് ഇടത് കൈ കൊണ്ടാണ്. ഓക്കെ, ഇടത് കൈ കൊണ്ടുള്ള ഹസ്തദാനമാണ് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ പ്രത്യേകത. ഇത് പരസ്പര വിശ്വാസത്തെയും സൗഹൃദത്തെയൊക്കെ കാണിക്കുന്നു. ദെൻ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ സിമ്പിളിനെ എക്സ്പ്ലെയിൻ ചെയ്തുള്ള ഒരു ഇമേജൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വായിച്ചു വെച്ചോ, ചോദിക്കുന്നില്ല, എന്നാലും വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ദെൻ പ്രധാനപ്പെട്ട കെട്ടുകൾ. നിങ്ങളെ സ്കൗട്ട് ആൻഡ് ഗൈഡ് ചേർന്ന് എല്ലാവരും പറയും നിങ്ങളെ കെട്ടാൻ പഠിപ്പിക്കുമെന്ന്. കാരണം വിവിധങ്ങളായിട്ടുള്ള കെട്ടുകൾ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെയുള്ള ട്രെയിനിങ് തരും. സോ അതിനെപ്പറ്റി കൂടെ നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. ഒന്ന് റീഫ് നോട്ട് അഥവാ റീഫ് കെട്ടെന്ന് പറയും. ഇത് കനമുള്ള 2 കയറുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാൻ ഉപയോഗിക്കുന്നു. പിന്നെ ഷീറ്റ് ബെൻഡ് എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്ത കനമുള്ള 2 കയറുകളെ തമ്മിൽ കൂട്ടിക്കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ക്ലൗ ഹിച്ച് എന്ന് പറഞ്ഞിട്ട് മരത്തടിയിലോ പോസ്റ്റുകളിലോ ഒക്കെ കയർ ആരംഭിക്കാനും ലാഷിങ് തുടങ്ങാനൊക്കെ സഹായിക്കുന്ന തരം കെട്ടാണ്. ദെൻ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇത്രയും കാര്യങ്ങളിൽ നിന്ന് ഇൻ്റർവ്യൂവിന് ചോദിച്ചേക്കാം. പക്ഷേ കോമൺലി സ്കൗട്ട് ആൻഡ് ഗൈഡ് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്നത് ഈ 4 ചോദ്യങ്ങളാണ്. നിങ്ങൾ ചെന്നിരിക്കുമ്പോൾ 1, സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ മുദ്രാവാക്യം എന്താണ്? ഉത്തരം ബി പ്രിപ്പയർഡ്, തയ്യാറാകുക എന്നുള്ളതാണ്. കാണാതെ പഠിച്ചു വെച്ചോ. റിട്ടേൺ ടെസ്റ്റിനും ചോദിക്കും, ഇൻ്റർവ്യൂവിനും ചോദിക്കും, ഇൻ്റർവ്യൂവിന് ഉറപ്പായിട്ടും ചോദിക്കും. ദെൻ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ രൂപീകരിച്ച തീയതി 1950 നവംബർ 7. നോക്കിക്കോ, നമ്മൾ സ്കൗട്ട് ആൻഡ് ഗൈഡ് രൂപീകരിച്ച തീയതി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വർഷം 1907 പഠിച്ചു. അതല്ല, ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് ആരംഭിച്ചത് 1950 നവംബർ 7 ദെൻ ദേശീയ
ട്രെയിനിങ് സെൻറ്റർ എവിടെ സ്ഥിതി ചെയ്യുന്നു? സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ നാഷണൽ ട്രെയിനിങ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് പഞ്ച്മർഹിയാണ്, മധ്യപ്രദേശിലെ പഞ്ച്മർഹിയിലാണ്. ദെൻ ഏറ്റവും ഉയർന്ന ദേശീയ പുരസ്കാരം, സ്കൗട്ട് ആൻഡ് ഗൈഡിലെ ഏറ്റവും ഉയർന്ന ദേശീയ പുരസ്കാരം രാഷ്ട്രപതി പുരസ്കാർ അല്ലെങ്കിൽ രാഷ്ട്രപതി അവാർഡാണ് ഏറ്റവും ഉയർന്ന പുരസ്കാരം. സോ ഈ 4 ക്വസ്റ്റ്യൻസ് ഇൻ്റർവ്യൂവിനും ചോദിക്കും, റിട്ടേൺ ടെസ്റ്റിനും ചോദിക്കും. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കാം. സ്കൗട്ട് ആൻഡ് ഗൈഡ് മുദ്രാവാക്യം, രൂപീകരിച്ച വർഷം, ട്രെയിനിങ് സെൻറ്റർ എവിടെ, ഏറ്റവും ഉയർന്ന പുരസ്കാരം. സോ ഇത്രയാണുള്ളത്. സോ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഇൻ്റർവ്യൂ വീഡിയോ ചെയ്തു, ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോ ചെയ്തു, റിട്ടേൺ ടെസ്റ്റിൻ്റെ വീഡിയോ ചെയ്തു. എല്ലാവരും കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെയും സെലക്ഷൻ കിട്ടുന്ന രീതിയിൽ എത്തിക്കുക, അല്ലെങ്കിൽ ക്യാബിനൊക്കെ പോയി കിടന്ന് ഒറ്റയ്ക്ക് വലിക്കേണ്ടി വരും. സോ എല്ലാവരെയും നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക, എല്ലാവരും ഒരുമിച്ച് പോവുക. എല്ലാവർക്കും സെലക്ഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോ കാണാത്തവരേക്കും ഗുഡ് ബൈ.